ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റനും പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന്റെ കാറ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കർണാടകയിലെ ബംഗളൂർ കണ്ണിംഗ്ഹാം റോഡിലാണ് അപകടമുണ്ടായത്. മനീഷ് ഏഷ്യാനെത്തുണ്ട്. മനീഷ്, ഈ ഓട്ടോ ഡ്രൈവറുമായി രാഹുൽ ദ്രാവിഡ് ദേഷ്യത്തിൽ സംസാരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? സേതുലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള എഫ്ഐആറുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ വൻമതിലായിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് ക്ഷമ നശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണിംഗ്ഹാം എന്ന് പറയുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയം, അതായത് ബാംഗ്ലൂരിൻ്റെ മത്സരങ്ങൾക്ക് നടത്തുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിനോട് സമീപമുള്ള സ്ഥലമാണ് ഈ കണ്ണിംഗ്ഹാം. അവിടെ രാവിലെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. രാഹുൽ ദ്രാവിഡ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിന് പിന്നിൽ വന്ന് ഓട്ടോറിക്ഷ ഇടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഇടിച്ചതിന് ശേഷമുള്ള രംഗങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രാഹുൽ പുറത്തിറങ്ങി ആ ഓട്ടോ ഡ്രൈവറുമായി തർക്കിക്കുന്നതാണോ കാണാൻ കഴിയുന്നത്. അതിനകത്ത് പറയുന്ന വാക്കുകൾ അത്ര വ്യക്തമല്ലെങ്കിൽ കൂടെ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്രകാരമാണ്. അതായത് ഈ വാഹനം ഇടിച്ചതിനെ പറ്റിയാണ് രാഹുൽ സംസാരിക്കുന്നത്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നത്, ശരിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന തരത്തിലേക്ക് പറയുമ്പോൾ അതിലാണ് ഇവർ തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ വൈറലായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സമാനമായ പരസ്യം രാഹുൽ ദ്രാവിഡ് ചെയ്തിരുന്നു. ആ പരസ്യത്തിൽ ഇത്തരത്തിൽ ബാംഗ്ലൂരിലൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു. ആ ബ്ലോക്കിൽ നിന്ന് അതീവ രോക്ഷാകുലനായി രാഹുൽ ദ്രാവിഡ് പുറത്തിറങ്ങുകയായിരുന്നു. ആ ഒരു പരസ്യത്തിൻ്റെ പശ്ചാത്തലം, ആ പരസ്യത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്കാണ് ശരിക്കും ഇന്നിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയുടെ വൻമതിൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇന്ത്യയുടെ വൻമതിലിന് പോലും ക്ഷമ നശിക്കുന്ന തരത്തിലേക്കാണ് അവിടുത്തെ ട്രാഫിക്കിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാണ് വലിയ രീതിയിലുള്ള ട്രോളുകൾ വരുന്നത്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഉടനീളം വലിയ രീതിയിൽ വിമർശനമുണ്ട് അവർക്കെതിരെ. എപ്പോഴും ഇവർ സിഗ്നൽ തെറ്റിച്ചാണ് വരുന്നത് നടക്കമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ഇന്ത്യയുടെ വൻമതിലിനെ പോലും ക്ഷമ തെറ്റിക്കുന്ന തരത്തിലേക്കാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ യാത്ര എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരസ്യം അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ വൻമതിലായിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് പോലും ക്ഷമ നശിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനീഷ, ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റനും പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന്റെ കാറ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഏഷ്യാനെത്ത്.